ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ ബോബിയെ ജയിലിലേക്ക് മാറ്റുന്നതിനിടെ അതിക്രമം കാണിച്ചവർക്കെതിരെ നടപടിക്കൊരുങ്ങി പോലീസ്. അതിക്രമത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ എസ്ഐക്ക് ACP നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്നതിനിടെ ബോബിയുടെ കൂട്ടാളികൾ പോലീസ് വാഹനം തല്ലി തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, കേസെടുക്കാനുള്ള തീരുമാനത്തിലാണോ? എത്തരത്തിലാവും നടപടികൾ? അതായത് നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് വലിയ അതിക്രമമുണ്ടായത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന 10ഓളം ആളുകൾ അവർ ഗുണ്ടകളെപ്പോലെ പെരുമാറുകയായിരുന്നു. പോലീസ് ജീപ്പ് തല്ലി തകർക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല ആശുപത്രിയിലും ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ SI അത് സംബന്ധിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അത് റിപ്പോർട്ട് സമർപ്പിച്ച് പിന്നീട് തുടർ നടപടികളുമായി നീങ്ങാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് കേസെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പുകൾ, അതായത് പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോലീസ് കേസെടുക്കുക. എന്തായാലും ആ രീതിയിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ നീക്കം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 10ഓളം ആളുകൾ ഗുണ്ടകളെപ്പോലെ ഇന്നലെ പ്രവർത്തിക്കുകയായിരുന്നു. അവരുടെ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം തടയാൻ മാത്രമല്ല അവർ ശ്രമിച്ചത്, പോലീസിനെ കയ്യേറ്റം ചെയ്യാനും ഒപ്പം തന്നെ പോലീസ് ജീപ്പ് തല്ലി തകർക്കാനും ശ്രമിച്ചു. വൈകാരികമായ ഒരു നീക്കമായിട്ട് പോലീസ് അതിനെ കാണുന്നില്ല, പകരം ഒരു ആസൂത്രിതമായ ഒരു നീക്കം തന്നെയായിട്ടാണ് പോലീസ് അതിനെ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയാലുടൻ കസ്റ്റഡി അപേക്ഷയും നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് അതിലൊരു തീരുമാനമുണ്ടാകും. ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അതിന് മുന്നോടിയായി തന്നെയാണ് കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഉന്നതതല യോഗം ഇന്ന് ചേരേണ്ടതുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.